ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. സ്പൈസി ആയിട്ടുള്ള മസാല കപ്പലണ്ടി എളുപ്പത്തിലുണ്ടാക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ച കപ്പലണ്ടിയാണ്. 2 കപ്പ് കപ്പലണ്ടി ഉണ്ട്. ഇതിന് വേണ്ട കണക്കിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 1/2 കപ്പ് കടലമാവ്. 2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് 1/2 കപ്പ് എടുത്തേക്കണേ. 1 കപ്പിന് 1/4 കപ്പ് എന്നുള്ള കണക്കിനാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. പച്ചരി പൊടിച്ച് വറുത്തതാണ്. പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ 4 ഹീപ്പ് ടീസ്പൂൺ. എരിവിന് വേണ്ടി 3/4 ടീസ്പൂൺ മുളക് പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പാകത്തിന് ഉപ്പും ചേർക്കാം. ഇത്തിരി കായപ്പൊടിയും കൂടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കഷ്ടി ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെയായി ഒന്ന് യോജിപ്പിച്ച ശേഷം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം വേണ്ടു. ഇതിന് യോജിപ്പിക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം വെള്ളം ചേർക്കണമെന്ന്. മസാല കപ്പലണ്ടിയിലേക്ക് പിടിച്ചിരിക്കാൻ വേണം. എന്നാൽ മാവ് വല്ലാണ്ട് ലൂസായി പോകാനും പാടില്ല. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. എല്ലായിടത്തും മസാലയും കപ്പലണ്ടിയും എല്ലാം യോജിക്കുന്ന പോലെ ഇളക്കാം. അരിപ്പൊടി വെള്ളം അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് ഇത്തിരി വ്യത്യാസം വരും വെള്ളത്തിൻ്റെ അളവിൽ. പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ്പ് ഫ്രൈ ആണ്. എണ്ണ നല്ലോണം ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലാക്കാം. കപ്പലണ്ടി വിരലുകൊണ്ട് ഇങ്ങനെ വെതറിയിടാം. കട്ടിയായിട്ട് കിടക്കണ്ട. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ആദ്യത്തെ സ്ട്രെച്ചിൽ കുറച്ച് കപ്പലണ്ടി വറുക്കാനിട്ടിട്ടുള്ളൂ. പച്ച കപ്പലണ്ടി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ നേരം വേണ്ടത്. 1-2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം. കോരി മാറ്റാം. ക്രിസ്പി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം വറുത്തെടുക്കണം. കയ്യിൽ നിന്ന് ഇങ്ങനെ ഉതിർന്ന് വീഴണം. അപ്പോൾ വറുത്തെടുക്കുമ്പോഴും ഉതിർന്ന് തന്നെ ഇരിക്കും. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം വറുത്ത് കോരാം. അവസാനത്തെ ട്രിപ്പുമായി. എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല. ഇനി 5 വലിയ വെളുത്തുള്ളി കഷ്ണാക്കിയത്, 2 തണ്ട് കറിവേപ്പില. ഇത് നല്ലോണം ഫ്രൈ ആവട്ടെ. കറിവേപ്പില ക്രിസ്പി ആയിട്ട് കിടക്കും മസാല കപ്പലണ്ടിയിൽ. കപ്പലണ്ടിയിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്തത് ചേർക്കാം. നല്ല സ്വാദാണ്. റെഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. എരിവും ഉപ്പും ഒക്കെ പാകത്തിന് ചേർന്നിട്ടുണ്ട്. ഇഷ്ടമായ ഇവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.